ഹലോ, ഉമ്മീസ് കുക്കിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം പഴുത്തതും റവയും വെച്ചിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് തയ്യാറാക്കാൻ പോവാം. നമ്മൾ അടുപ്പിൽ ചട്ടി വെച്ചു. നമുക്കൊരു 3/4 കപ്പ് റവ ആദ്യം ഒന്ന് വറുത്തെടുക്കാം. നല്ല വറുക്കണ്ട, നല്ല ചുവന്ന് വരുന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ റവ നമ്മളത് വറുത്തെടുത്തു. ഇനി നമ്മൾ ആ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ചട്ടിയിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത പഴം കൊടുക്കാം. നല്ല ഇറക്കി കൊടുക്കാം. ഇത് കുറച്ച് വാടി വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ച് റവ ഇട്ട് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിലാവശ്യത്തിനുള്ളിൽ. ഇനി 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ല മിക്സ് ചെയ്യുക. സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടിപ്പോകാൻ പറ്റില്ല, ചൂടുവെള്ളമാണ്. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ല മിക്സ് ചെയ്യുക. നമ്മൾ പഴവും പഞ്ചസാരയും തേങ്ങയും റവയൊക്കെ നല്ല മിക്സാക്കി നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മിക്സാക്കണം. നമുക്കിതിൻ്റെ ചൂട് പോയിട്ട് നമുക്ക് തയ്യാറാക്കാം. അങ്ങനെ നമ്മൾ പഴവും റവയൊക്കെ നല്ല ചൂടാറി നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചെറിയ ഉരുളകൾ ഇങ്ങനെ ഉരുട്ടിയിട്ടുണ്ടാക്കുക. നല്ല ഉരുട്ടി കൊടുക്കുക. നമുക്കിത് ഓരോന്നും ഇങ്ങനെ ഉരുള ഉരുട്ടിയിട്ടുണ്ടാക്കുക, എന്നിട്ട് തയ്യാറാക്കാം. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഉരുളകളാക്കി നമുക്ക് എണ്ണയിലിട്ട് തയ്യാറാക്കാം. നമ്മൾ അടുപ്പത്ത് എണ്ണയൊക്കെ വെച്ച് നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഇത് എണ്ണയിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടും. നമുക്ക് നമ്മൾ ഈ പലഹാരം മറിച്ചിട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തയ്യാറാക്കണം. ആദ്യം എണ്ണ ചൂടായിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ടാൽ മതി. നമ്മളെ ആദ്യത്തെ ട്രിപ്പ് പലഹാരം റെഡിയായി. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കുറേ ടൈം എണ്ണയിൽ ഇങ്ങനെ ഇടരുത്, അപ്പോൾ നല്ല ചുവപ്പ് കളർ വരുള്ളൂ. നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും എണ്ണയിലിട്ട് കൊടുക്കാം. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്, എല്ലാതും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടും. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുന്നുണ്ടും ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുന്നുണ്ടും. എന്നാലും നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് റെഡി. ഇങ്ങനെ ഓരോ ഉരുളകളാക്കിയിട്ട് എണ്ണയിലിട്ട് തയ്യാറാക്കിയാൽ മതി. നമ്മളെ അടിപൊളി റെസിപ്പി റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത രൂപമായിട്ട് കൊണ്ടുവരാം. താങ്ക് യു.